ലൈഫിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് ഫീൽ ചെയ്ത് ഭയങ്കര ലോ ആയിട്ടിരുന്ന ഇമ്മീഡിയറ്റ്ലി ഞാൻ യൂട്യൂബിൽ പോയിട്ട് ടൈപ്പ് ചെയ്യും ധ്യാൻ ശ്രീനിവാസൻ ഇൻ്റർവ്യൂ. അല്ലെങ്കിൽ ഇതിന് മുന്നേ ഞാൻ ടൈപ്പ് ചെയ്തിരുന്നത് ശ്രീനിവാസൻസ് ഇൻ്റർവ്യൂ എന്നാണ്. കാരണം ശ്രീനിവാസൻ സാറിൻ്റെ നർമ്മം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇവൻ സംസാരിക്കാൻ ക്ലാരിറ്റി കുറഞ്ഞിരുന്ന സമയത്ത് പോലും അദ്ദേഹം സംസാരിക്കുന്ന കൗണ്ടേഴ്സിൻ്റെ അത്രയൊന്നും ചിലപ്പോൾ ധ്യാനിന് പറയാൻ അത്രയ്ക്കും ഇത് പറയാൻ കഴിയാറില്ല. പക്ഷേ ധ്യാൻ എൻ്റെ വലിയൊരു എന്താ പറയുക, എൻ്റെ മാത്രമല്ല ഒരുപാട് മലയാളികൾക്ക് വലിയൊരു സ്ട്രെസ് ബസ്റ്ററാണ് ധ്യാൻ. സോ ഏറ്റവും കൂടുതൽ ധ്യാനിനോട് എല്ലാവർക്കും തോന്നുന്ന കണക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രൈറ്റ് ഫോർവേഡായിട്ടും ഓപ്പണായിട്ടും സംസാരിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ അങ്ങനെയുള്ള ധ്യാൻ ഇന്ന് പബ്ലിക്കായിട്ട് എന്നോടൊരു കാര്യം ചോദിച്ചിരിക്കുകയാണ്. അദ്ദേഹം CM ആകുമ്പോൾ പേടിക്കേണ്ട ധ്യാൻ CM ആകുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ വെള്ളയിൽ പച്ച കളർ ബോർഡറുള്ള സാരി ഉടുത്ത് ഡയമണ്ട് നെക്ലസ് ഇട്ട് കണ്ണിൽ ഈറനണിഞ്ഞ് ധ്യാനിന് വേണ്ടി ജയ് വിളിക്കാൻ മുൻനിരയിൽ എനിക്കൊരു കസേര ഒഴിച്ചിട്ടുണ്ടാവില്ലേ ധ്യാൻ? ഇൻവിറ്റേഷനോടുകൂടി എനിക്ക് വരാൻ കഴിയുള്ളൂ. ധ്യാൻ എന്നെ മറക്കില്ല. അത്തരത്തിലൊരു നിലയിലെത്തി കഴിയുമ്പോഴും CM ആയി കഴിയുമ്പോഴും ഞാൻ ആ പാവാടക്കാരിയെ മറക്കില്ല എന്ന് ഞാൻ കരുതിക്കോട്ടെ ധ്യാൻ. അപ്പം എന്തായാലും അങ്ങനെ ധ്യാൻ CM ആകുന്ന ആ നല്ല ദിവസം ചാരിറ്റിയൊക്കെ ഒരു പടത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടർ ഒരു കഥ പോലും ഫുൾ കേൾക്കാതെ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ തന്നെ ആവണമെന്നില്ല, അപ്പം എൻ്റെ ആ ഡയറക്ടറുമായിട്ടുള്ള ബന്ധമായിരിക്കും അദ്ദേഹം വരുന്നത്. അപ്പോൾ അത്രയും ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ധ്യാൻ. എനിക്കറിയാവുന്ന പല ടെക്നീഷ്യൻസിനും ധ്യാൻ അങ്ങനെയാണ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പല സിനിമകളും പരാജയപ്പെടുമ്പോൾ പുള്ളി അത് ഏറ്റെടുത്ത് പറയുന്നു എന്നുള്ളത് വളരെ സത്യമാണെങ്കിലും ആ ബന്ധങ്ങൾക്ക് കൂടുതൽ വില കൊടുക്കുന്നതുകൊണ്ടിട്ടാണ് ആ സിനിമകളുടെയൊക്കെ റിസൾട്ട് വരുമ്പോൾ അതും പുള്ളി അങ്ങ് ഏറ്റെടുക്കുന്നത്. സോ അത്രയും നല്ല വ്യക്തിയും കൂടിയാണ്. പിന്നെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ കുറച്ച് മോശമാണെങ്കിലും വളരെ അധികം സന്തോഷം. ഈ സിനിമ നമ്മുടെ പൂർണിയാണ്. പല സിനിമകളിലും ധ്യാൻ നായകനായിട്ട് വന്നിട്ടുണ്ട്, വിസിറ്ററായിട്ടും വന്നു പോകുന്നുണ്ട്. പക്ഷേ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വിസിറ്റർ എന്ന് പറയുന്ന സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഒരു വളരെ വലിയ വിജയമായി മാറട്ടെ. നവ്യയാണെങ്കിലും ഒരു ബ്രേക്കിന് ശേഷം വന്നിരിക്കുവാണ് കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം ഇവർ തമ്മിലുള്ളൊരു കെമിസ്ട്രിക്ക് വേണ്ടിയിട്ടാണ് നവ്യയുടെയും ഒരു പ്രയത്നം. അതെ ഹൊറർ പടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള കാസ്റ്റിംഗ് ആണ് ഡയറക്ടർക്ക് ഇനി അങ്ങോട്ട് തെളിഞ്ഞോളൂ. അപ്പോൾ എനിവേ നവ്യ മകനെ മടങ്ങി വരും, പ്രൊഡക്ഷനിലേക്ക് തിരിച്ചു വരും, നിങ്ങളുടെ സിനിമകൾ നിങ്ങൾ തന്നെ തിയേറ്ററിലേക്ക് ഓടിക്കൂ എന്നുള്ള അഭ്യർത്ഥനയും കൊണ്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ലാസ്റ്റ് ബട്ട് ദ നോട്ട് ദ ലീസ്റ്റ് എന്ന് പറഞ്ഞ പോലെ രണ്ടുപേരുണ്ട്. രണ്ടുപേരെ കുറിച്ച് പറഞ്ഞേ പറ്റുള്ളൂ. ദിലീപേട്ടൻ നവ്യ. അതിൽ പ്രധാനമായിട്ടും ദിലീപേട്ടൻ ഒന്നുമില്ല, അച്ഛൻ പോയതിന് ശേഷം സ്വാഭാവികമായിട്ടും ഞങ്ങളൊരു കഴിഞ്ഞ വർഷം പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ അവസാനം ഓടി പടം ഓർമ്മയിൽ എന്നും ഉണ്ടാവും. അപ്പോൾ ആ സിനിമയ്ക്ക് ശേഷം ചിലപ്പോൾ പല ബന്ധങ്ങളും സിനിമ കഴിയുന്നതോടുകൂടി അത് പലപ്പോഴും ഇല്ലാതാവും. ആ സിനിമ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അച്ഛൻ പോയതിന് ശേഷം ആയിക്കോട്ടെ പലരും വിളിക്കാറുണ്ട്, പലരും ചിലർ കാണുമെന്ന് പറയാറുണ്ട്. പക്ഷേ എല്ലാ മാസത്തിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ദിലീപേട്ടൻ്റെ ഒരു ഫോൺ വിളി ഉണ്ടാവും. എല്ലാം ഓക്കെ അല്ലേ എന്ന് പറഞ്ഞൊരു ഫോൺ വിളി ഉണ്ടാവും. അതിനിടയിൽ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു അന്ന് പോയി അച്ഛൻ്റെ മരണസമയത്ത് വന്ന പലരും തന്നെ പിന്നീട് വീട്ടിലേക്ക് വരികയോ അല്ലെങ്കിൽ കാണാൻ വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിൽ എപ്പോഴും വിളിച്ച് അമ്മ ഓക്കെ അല്ലേ അല്ലെങ്കിൽ നീ ഓക്കെ അല്ലേ എന്ന് വിളിച്ച് ചോദിക്കുന്ന ഒരാളാണ്. അതിലിപ്പോൾ അടുത്ത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ആഴ്ച മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ 3-4 തവണ വിളിച്ചു, ഞാൻ ഫോൺ എടുത്തില്ല. എന്നോട് പറഞ്ഞു എനിക്ക് അമ്മയൊന്ന് കാണണം, ചേച്ചിയും കൂട്ടി ഞാൻ അങ്ങോട്ട് കവിനെയും കൂട്ടി വരുന്നുണ്ട്, നീ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴും അച്ഛൻ പോയതിന് ശേഷവും അമ്മയെ കാണാൻ വേണ്ടി അദ്ദേഹം വരാനിരുന്നതാണ്. ഞാൻ കാരണം അത് മുടങ്ങിപ്പോയി. അപ്പോൾ ഇപ്പോഴും ആ കരുതലും സ്നേഹവും ഉണ്ട്, അതെപ്പോഴും ഉണ്ടാവണേ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഒരുപാട് സന്തോഷം. ഇങ്ങോട്ട് ഞാൻ വിളിച്ചപ്പോൾ ഞാൻ ഇന്നലെ ഞാനാണ് വിളിച്ചതിന് ഒരുപാട് വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നതിന് ഒരുപാട് സന്തോഷവും നന്ദി അറിയിച്ചു കൊടുക്കുന്നു. ലാസ്റ്റ് വീണ്ടും നവ്യയിലേക്ക് പറയുന്ന ദൈവം ചില ആഗ്രഹങ്ങൾ അവസാനത്തേക്ക് ചിലപ്പോൾ
മാറ്റി വയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നവ്യ എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ ഇന്റർവ്യൂ ജീവിതം തുടങ്ങിയ കാലം മുഴുവൻ ആ ഒരു ഇതിലാണ് നവ്യയോടുള്ള ഇഷ്ടം പറഞ്ഞുകൊണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു അതിനുശേഷം നവ്യ കല്യാണം കഴിച്ചു. നവ്യക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാനുള്ള മകനാണ് ആയി. എന്നിട്ടാണ് ഞങ്ങൾ അവസാനം വിഷമിക്കുന്നത്. എന്നാൽ പോലും ഞാൻ പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി എടുത്ത് ആ ഫ്രണ്ട് കണ്ണു നിറഞ്ഞുകൊണ്ട് ഉണ്ടാവും. അമ്മയുടെ പ്രസിഡന്റ് ഞാൻ പറയില്ല, CM ആകുമ്പോൾ കണ്ണു നനച്ചുകൊണ്ട് നമ്പി ഉണ്ടാകുന്നത് എല്ലാ പ്രതീക്ഷ. അജുവിനത് വളരെയധികം സന്തോഷമായിരിക്കും. എന്നിട്ട് മദ്രാസിൽ ശ്രീനേട്ടൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഫാമിലിയായിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് റെയിൽ നഗറിലായിരുന്നു താമസം, എൻ്റെ വീടിൻ്റെ നേരെ മുകളിൽ. അപ്പം എപ്പോഴും ശ്രീനേട്ടൻ വരുന്നുണ്ട് എന്നുള്ളത് അറിയുന്നത് തന്നെ അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ അറിയാം എൻ്റെ വീട്ടിൽ. കാരണം കുറേ പച്ചക്കറികളുണ്ടായിരുന്നു. അപ്പം അന്ന് ശ്രീനേട്ടന് ഈ ഡയബറ്റീസ് ആയതുകൊണ്ട് അനധിക്ക് അറിയാമായിരുന്നു ശ്രീനേട്ടൻ ചോറൊന്നും കഴിക്കും, പച്ചക്കറി മാത്രം. ഞാൻ ഡയബറ്റീസ് എനിക്ക് കിട്ടാറില്ല, പക്ഷേ ശ്രീനേട്ടന് ആ പ്രിഫറൻസ് കൊടുത്തിട്ടായിരുന്നു എൻ്റെ. അവിടെയാണ് ഇവനെപ്പോലുള്ള 2 ചെടുങ്ങന്മാർ, അത് വിനീതും ധ്യാനം കൂടെ വന്ന് അവിടെ മുകളിൽ TV ഇല്ല, അപ്പോൾ താഴത്തെ വീട്ടിൽ വന്നിരുന്ന് TV കണ്ടിരുന്ന ആ കൊച്ചു ചെറുക്കൻ ഇത്രയും പ്രശ്നക്കാരനാവുമോ എന്നുള്ളത് ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ഇത് പ്രശ്നമല്ല. ഇന്നിപ്പോൾ നവ്യ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്ട്രെസ് ബസ്റ്റർ എന്ന് പറയുന്നൊരു സംഭവം വരുന്ന സമയത്ത് വി ജസ്റ്റ് ടൈപ്പ് വിനീത് ശ്രീനിവാസൻ ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ ശ്രീനേട്ടൻ്റെ പിന്നെ ഓക്കെ, അതൊരു വളരെ രസം. പക്ഷെ ഇവൻ്റെ എന്ന് പറഞ്ഞാൽ എവിടെ പോകുന്നു എന്നുള്ള അറിയില്ല. ഇപ്പം വിനീത് പറയുന്ന പോലെയല്ല ധ്യാൻ നാളെ എൻ്റെ അടുത്തെന്ന് പറഞ്ഞു, അങ്ങളെ ലാലേട്ടന് കിട്ടുന്ന റെമണ്ടേഷനൊക്കെ കൂടുതൽ എനിക്ക് കിട്ടുന്നുണ്ട്. അദ്ദേഹം കാരണം ഒരു പടം ചെയ്യും, ഞാനൊരു 15 പടം ചെയ്യും. അത് പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് എൻ്റെ കാശും കിട്ടും. അപ്പം ഇത് പറഞ്ഞിട്ടുണ്ടോ, നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് സന്ദീപിനെയും ലിസ്റ്റിനെ പോലുള്ള ആൾക്കാർക്കും കൂടിയിട്ടുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് അവരെ വിളിച്ച് പടം കൊടുത്തുകൊണ്ടിരിക്കണം. ബിക്കോസ് ഈസ് എ ഗുഡ് വണ്ടർഫുൾ ഗായ്. അത് എല്ലാം ഇനി അധികം ഞാൻ പറയുന്നില്ല. അജു, നീയൊക്കെ ഇവനെ സഹിക്കുന്നതിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. റോണി ഓൾസോ യു മൈറ്റ് ഹാവ് ഗോൺ ത്രൂ ഓൾ ദിസ് തിങ്സ്. എല്ലാവർക്കും. പക്ഷേ ഈസ് എ വണ്ടർഫുൾ ഗായ്. ഐ വിഷ് ഹിം ഓൾ ദ ബെസ്റ്റ് സിൻസ് ഹി ഈസ് ബിക്കമിങ് ദ ഹീറോ സോ കോൾ, along with Navya and Urvashi.